ലിൻഡ എന്നാണ് എൻ്റെ പേര്. ഞാൻ മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ ഗർഭിണിയായിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ വെള്ളം കയറുന്നെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് ഫലമായി പ്രസവത്തോടെ മാറുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളത് കഴിഞ്ഞ് പ്രസവം മെയ് 4-ാം തീയതി ആയിരുന്നു മോക്ക്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ഫുൾ ചെക്കപ്പിനായി ഞങ്ങൾ PVC ഹോസ്പിറ്റലിലോട്ട് വന്നിരുന്നോളം. അവിടെ വന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം ഡോക്ടർ ഞങ്ങൾ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്, ഒരു കിഡ്നി പ്രവർത്തിക്കുന്നില്ല, ഒരു കിഡ്നി പ്രവർത്തിക്കുന്നത് 1.5% ഉള്ളൂ. പിന്നെ മലദോരം ഉണ്ടായിരുന്നില്ല, മലം പോയിരുന്നത് മൂത്രത്തോടൊപ്പമായിരുന്നു എൻ്റെ ഈ കുഞ്ഞിൻ്റെ. അങ്ങനെ ഭയങ്കര അവശതയിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ അവസ്ഥ. ഇൻഫെക്ഷനായി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞില്ല. വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോകുക, മരുന്നൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. വീട്ടിലും ആശുപത്രിയിലായിട്ട് 2-3 മാസം ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കണ്ണീരായിരുന്നു, പ്രാർത്ഥിക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. അതുപോലെ കരച്ചിലായിരുന്നു കൊച്ചി. രാത്രിയും പകലും ഉറങ്ങില്ലായിരുന്നു ഞങ്ങൾ. അത്ര അവസ്ഥയിലായിരുന്നു. ഒരു ദിവസം ഈ മാസം തന്നെ കഴിഞ്ഞ ജൂണിൽ 1 മണിയൊക്കെ ആയപ്പോൾ കൊച്ചിന് അസുഖം കൂടി. അങ്ങനെ ഞാൻ കണ്ണീരോടെ പറഞ്ഞു, മാതാവേ ഞാനിവിടെ വന്നാക്കാം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ്, എനിക്ക് തിരിച്ച് ഈ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് തരണേ, ഇനി കൊണ്ടുപോകരുത് മാതാവേ, എനിക്ക് അറിഞ്ഞൂടെ ഈ വഴി, എങ്കിലും ഞാൻ വരാം, എനിക്ക് പല അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, ഞാൻ വരും, എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ന് വന്ന്. ഞാനങ്ങനെ മെയ് ലാസ്റ്റ് ഇവിടെ വന്ന് കുഞ്ഞിന് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ സ്കാൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് വന്ന് ഈ മാതാവിൻ്റെ നടയിൽ നിന്ന് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ച്, മാതാവെ കൊണ്ടുപോകരുത്, എനിക്ക് അത്ര ഇഷ്ടം എൻ്റെ മോളെ കൊണ്ടുപോകരുത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച്. ഞാനത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വീട്ടിൽ ചെന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്, മോള് നല്ലോണം പ്രാർത്ഥിച്ചാൽ മോൾക്ക് കിട്ടും, സൗഖ്യം കിട്ടും, മോളോടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ വേഗം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് പനിക്കാൻ പാടില്ല, പനിച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാനും പറ്റില്ല, അതുപോലത്തെ ഒരവസ്ഥയിലാണ്. മൂത്രത്തോടൊപ്പം മലം പോകുന്നുണ്ട്, അവിടെയൊക്കെ പൊട്ടി ഇൻഫെക്ഷനായി, അത്രത്തോളം കരച്ചിലാണ് എൻ്റെ കുഞ്ഞ്. ഞങ്ങൾ മരുന്നിന് പോയി, മരുന്നിന് ചെന്നപ്പോൾ ഒരു തുള്ളി മരുന്നാണ് ഡോക്ടർക്ക് കൊടുത്ത. ഇവിടെ ഉണ്ടെന്ന് ഒരാളെയും കാട്ടാൻ പറ്റില്ല, റൂമിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. രാത്രി 2 മണിയായി, പ്രാർത്ഥിച്ച് തൈലം പരട്ടിയിട്ട് വേണം കിടക്കാൻ. അമ്മ പ്രാർത്ഥിക്കാൻ, മോനെടുത്ത് പിടിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് തൈലം പരട്ടി ഞാൻ കൊച്ചിനെ മടിയിലെടുത്ത് ഉറത്തി കാലുമൊക്കെ കിടത്തി ഉറക്കി. ഞാനും ഉറങ്ങിപ്പോയി. 2 മണിയായില്ല, നേരം വെളുത്ത് ഞങ്ങൾ 10 മണിക്കാണ് എഴുന്നേറ്റ് അയ്യോ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ സമയം കഴിഞ്ഞ് വെളുപ്പിന് പ്രാർത്ഥിക്കേണ്ടതാണ്, എന്ത് 10 മണിയായില്ല, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊച്ചിനെ തൈലം പരത്താൻ പോയപ്പോൾ നോക്കിയപ്പോൾ ഇൻഫെക്ഷനായി നിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഈ മൂത്രമോണോടെല്ലാം അവിടത്തും പൊട്ടിച്ചോരച്ചിരുന്ന കുഞ്ഞിൻ്റെ ശരീരം വെറും പൗഡർ ഇട്ട പോലെ ഇരിക്കണം. മാതാവേ ഒരുപാട് നന്ദി പറയുക. അങ്ങനെ ഞാൻ എൻ്റെ മോളെ വിളിച്ചെഴുന്നേപ്പിച്ച്, മോനെ നമ്മൾ ഉറങ്ങിപ്പോയി, കൊച്ചി ഒരു കുഴപ്പമില്ല, മൂത്രം പോയിട്ടൊക്കെ ഒരു കരച്ചിലുമില്ല. ഞാൻ വേഗം പറഞ്ഞു, മോളെ ഇതേ നോക്കിയേ പുറത്തിരിക്കണം. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചോണ്ട് പറഞ്ഞു, ഓടി വാ, നമുക്ക് ഒരു അത്ഭുതം കിട്ടിയേക്കണം, വേഗം വാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊച്ചിനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെക്കപ്പൊക്കെ നടത്തിക്കാൻ പറയുമ്പോൾ 1.5% കിഡ്നിയുടെ പ്രവർത്തനം 30%. ഇപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ എല്ലാ ചെക്കപ്പിലും പറഞ്ഞ് ഒരു കുഴപ്പമില്ല, കൊച്ചിന് കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിലായിരിക്കും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, മാതാവേ നന്ദി.